മുതലപ്പുഴയിലെ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി സംയുക്ത സമരസമിതിയുമായുള്ള മന്ത്രിതല ചർച്ച പരാജയം. നിലവിലെ ഡ്രഡ്ജിംഗ് സമയം ഉയർത്തൽ, കൂടുതൽ മെഷീനറി ഒരുക്കൽ, പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പൊഴിമുറിക്കൽ, കൊല്ലം ഹാർബറിൽ മത്സ്യബന്ധനത്തിന് സൗകര്യമൊരുക്കൽ അടക്കമുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ സമരസമിതി അംഗീകരിച്ചില്ല. മത്സ്യത്തൊഴിലാളികളുമായുള്ള കൂട്ടായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകൂ എന്നാണ് സമരസമിതിയുടെ നിലപാട്. മടിയൻ മല ചുമക്കുന്ന നടപടിയാണ് സർക്കാർ നിലവിൽ സ്വീകരിക്കുന്നതെന്നും സമരസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. ചർച്ചയിലെടുത്ത പൊതുവായ തീരുമാനം ഒന്ന്, നിലവിൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഡ്ജർ അത് 10 മണിക്കൂറാണ് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യുന്നത്. ആ ഡ്രഡ്ജർ 3 ദിവസം കൊണ്ട് 20 മണിക്കൂറായിട്ട് ഡ്രഡ്ജിങ് സമയം നീട്ടാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. കൊല്ലം ഹാർബറിൽ ഇവിടെ നിന്ന് എത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് സൗകര്യം, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എത്തുന്നവർക്ക് മത്സ്യബന്ധനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു യോഗം കൊല്ലം കളക്ടർ വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്യാവുന്ന മനുഷ്യ സഹജമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് അവിടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും മത്സ്യത്തൊഴിലാളിയുടെ ഒപ്പമാണ് ഗവൺമെൻറ്. 177 കോടി രൂപയുടെ പദ്ധതി പൂർണ്ണമാകുമ്പോൾ മുതലപ്പൊടിയിലെ ശാശ്വതമായ പ്രശ്നത്തിന് പരിഹാരം കാണും. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മടിയൻ മല ചുമക്കും. കാരണം മാസങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന നടപടികൾ അവരിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ സ്ഥലവാസികളും ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും എല്ലാം ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങളോട് എതിരാണ്. അവർക്കിപ്പോൾ പൊഴി മുറിക്കണമെന്ന് പറയുന്നു. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അവർക്കിപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വീണ്ടും ഈ പറയുന്ന ജനകീയ സൈന്യമെന്നും ഒക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പുകഴ്ത്തിയ ആളുകളെ വിളിച്ചിരുത്തി മണ്ടന്മാരാക്കാം എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നടപ്പിലാകില്ല.